Hello guys, welcome back to our channel. In the case, we channel ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയോട് നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കെസി ക്യാരക്ടറിന്റെ ഒരു ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ആണ് ഇന്ന് ഈ നമ്മൾ വീഡിയോയോട് നോക്കാൻ പോകുന്നു ട്ടോ. അപ്പോൾ ഈ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാച്ചും നല്ല രീതിക്ക് കില്ലും കാലിനും അടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളെ ക്ലാഷ് കോഡിൽ തന്നെ കേട്ടോ. അപ്പോൾ ക്ലാഷ് കോഡിൽ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ആളുന്നില്ല ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്ക് കൂടും ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗേസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രീ ഫയറിൽ ന്യൂ ആയിട്ട് വന്നിട്ടുള്ള കെസി ക്യാരക്ടറിന്റെ സ്കില്ലീസ് നിങ്ങൾക്ക് അറിയാത്തൊരു പ്ലെയർ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ സ്കില്ലീസ് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇതിന്റെ ക്യാരക്ടർ സ്കില്ലിന്റെ ഫുൾ ഡീറ്റെയിൽ ആയ വീഡിയോ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ സ്കില്ലീസ് എങ്ങനെ യൂസ് ചെയ്യുക, അപ്പോൾ എങ്ങനെ ഇത് വർക്കാവുന്ന എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ടായിട്ട് പറയാൻ നമ്മൾ ഇതുപോലെ തന്നെ സ്കിൽ യൂസ് ഉണ്ടാകുമ്പോൾ ഇതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്കിന്റെ ഒരു വയർ പോലെ അപ്പോൾ ഒരു കണക്ഷൻ ഓക്കെ ഒരു ബോണ്ട് നമ്മുടെ ടീമേറ്റിനും നമുക്കും ദേഹത്തേക്ക് ഒരു ബോണ്ട് പോലെ കാണാൻ പറ്റും, ഒരു കയറ് പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇത് കണക്ട് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് എച്ച് പി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ അപ്പോൾ നമുക്ക് എച്ച് പി ഓരോ സെക്കൻഡിൽ നമുക്ക് എച്ച് പി 3 എച്ച് പി വീതം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ടീമേറ്റ് ഇതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വീണ്ടും സ്കില്ല് ബട്ടൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമേറ്റിന് ഒറ്റയടിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് 100 എച്ച് പി കിട്ടും. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടു. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഈ കോമ്പോയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒലിവിയ ക്യാരക്ടറിന്റെ സ്കില്ലാണ്. അപ്പോൾ ന്യൂ ആയിട്ട് ഒലിവിയ ക്യാരക്ടറിന്റെ ടോട്ടൽ ആയ സ്കില്ല് തന്നെ നമ്മൾ ഗറീനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിട്ടുള്ള മാറ്റം വന്നില്ല. അപ്പോൾ നമ്മൾ സ്കോഡൊക്കെ ആയിട്ട് നമ്മൾ ടീമേറ്റൊക്കെ ആയിട്ട് കളിക്കുകയാണെങ്കിൽ എന്തായാലും വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറാൻ പോകുന്ന ഒരു സ്കില്ല് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ സ്കില്ല് എന്ന് വെച്ചാൽ അപ്പോൾ സാധാരണ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് നമ്മളൊരു മെഡിക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് എച്ച് പി ആയിട്ട് കിട്ടാവുന്ന 70-75 എച്ച് പി ആയിരിക്കും. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഒലിവിയ ക്യാരക്ടർ വെച്ചുകൊണ്ട് നമ്മളൊരു മെഡിക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 90 സംതിങ്ങോളം എച്ച് പി കിട്ടും. ഒറ്റ മെഡിക്കറ്റ് തന്നെ നമുക്ക് 93ഓളം എച്ച് പി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് 15 മീച്ചിൻ്റെ അടുത്ത് നമ്മുടെ ടീമേറ്റിന് കുറച്ച് പെർസെൻറ്റേജ് എച്ച് പി കിട്ടുന്നത് ആർക്കും അപ്പോൾ നല്ല യൂസ്ഫുൾ ആയ ഒരു സ്കില്ലാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഈ കോമ്പോയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളെ കപ്പല്ല ക്യാരക്ടറിന്റെ സ്കില്ലാണ്. അപ്പോൾ കപ്പല്ല ക്യാരക്ടറിന്റെ സ്കില്ല് ടോട്ടലായിട്ട് നമ്മൾ ഗറിനി കഴിഞ്ഞ അപ്ഡേറ്റിലൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കില്ല് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയിക്കാരം നമ്മളെ ഗണ്ണ് അപ്പോൾ നമ്മളെ സാധാരണ ഗണ്ണ് വെച്ച് നമ്മൾ ടീമേറ്റിന് എച്ച് പി ലോസ് ആണ് നമുക്ക് ഇതുപോലെ അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ നമ്മളെ കയ്യിൽ ഏതൊരു ഗണ്ണ് വെച്ചുകൊണ്ട് നമ്മൾ ടീമേറ്റിന് നമ്മൾ ഷൂട്ട് ആണ് ഇതുപോലെ നമുക്ക് എച്ച് പി കയറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ഗണ്ണ് യൂസ് ചെയ്യുന്ന പോലെ എച്ച് പി കയറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗണ്ണിന്റെ ഡാമേജ് അനുസരിച്ചൊക്കെ നമുക്ക് എച്ച് പി കിട്ടും. അപ്പോൾ അതിന്റെ കുറച്ച് പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് എച്ച് പി ആയിട്ട് കയറാം. ഓക്കെ അപ്പോൾ ഹൈ ഡാമേജ് ഉള്ള നമ്മളെ സ്നൈപ്പറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് എച്ച് പി കയറ്റാൻ പറ്റും. അപ്പോൾ എൻ്റെ സ്കില്ല് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് സ്കിൽ കോമ്പോയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ നമ്മൾ ഓത്തോ ക്യാരക്ടറിന്റെ സ്കില്ലാണ്. അപ്പോൾ ഒരു ഓൾഡ് ആയ ക്യാരക്ടറാണ് എങ്കിൽ പോലെ ഒരു അണ്ടർ റേറ്റഡ് ആയ ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അപ്പോൾ എന്തായാലും ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓത്തോ ക്യാരക്ടറിന്റെ സ്കില്ല് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു എനിമിനെ നോക്ക് ചെയ്യുകയാണെങ്കിൽ ആ എനിമിന്റെ 20 മീറ്ററിന്റെ അകത്തുള്ള എല്ലാ എനിമിനെ ഇതുപോലെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ മോക്കോ ക്യാരക്ടറിന്റെ സ്കില്ല് പോലെ അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ഞാൻ ഒരു എനിമിനെ നോക്കിയ ടൈമിൽ എൻ്റെ ടീമേറ്റിനൊക്കെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു എനിമിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണും. അപ്പോൾ വീണ്ടും അവരുടെ ടീമേറ്റിനെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ടീമേറ്റിന് നമുക്ക് ഇതുപോലെ കാണിച്ചു തരിക മാത്രമല്ല അപ്പോൾ അവരുടെ മൂവ്മെന്റ് സ്പീഡ് 25% മൂവ്മെന്റ് സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യും. നമുക്ക് നമ്മുടെ ടീമേറ്റ് നല്ല രീതിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഓത്തോ ക്യാരക്ടറിന്റെ സ്കില്ലുമായി കിട്ടാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ക്ലാഷ് കോഡിലാണ്. അപ്പോൾ ക്ലാഷ് കോഡിൽ സ്റ്റാർ ഒക്കെ പുഷ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ് എന്തായാലും യൂസ് ചെയ്യുക. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. വേറെ ലെവൽ ആയൊരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു എച്ച് പി കോംബോ നമുക്ക് പറയാനും പറ്റും. അപ്പോൾ നമുക്ക് എച്ച് പി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ അപ്പോൾ എച്ച് പി നമുക്ക് ലോസ് ആവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ടീമേറ്റ് നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.